Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ് 12 തെർമോഡൈനാമിക്സ്. അതിലുള്ള ഫോക്കസ് ഏരിയ ആയിട്ടുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തെർമോഡൈനാമിക് പ്രോസസ്സസും ഹീറ്റ് എൻജിൻസും. അപ്പോൾ ഇതിലുള്ള കണ്ടന്റ് നല്ല വൃത്തിയിൽ കാണണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ട്രൈ ചെയ്യണം. സോ ലെറ്റ് us സ്റ്റാർട്ട്. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. The energy supplied to a system will be utilized to increase the internal energy of the system and to do external work. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്യാസ് ആവാം. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് കാണാം ഒരു സിലിണ്ടറിൽ ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്ത ഒരു പിസ്റ്റൺ ഉണ്ട്. താഴെന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എനർജി സപ്ലൈ ചെയ്യാണ്. ഗ്യാസ് ആണ് ഇവിടെ സിസ്റ്റം ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ വി ആർ ഗിവിങ് എനർജി ടു ദ സിസ്റ്റം. ഈ എനർജി എന്തിനൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി കൂട്ടാൻ. എന്താണ് ഇന്റേണൽ എനർജി? നമുക്കറിയാം, ഗ്യാസ് അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ ആറ്റംസ്, മോളിക്യൂൾസ്, ഇതെല്ലാം കൊണ്ടാണ് അല്ലെ. അപ്പൊ ഈ ആറ്റംസും മോളിക്യൂൾസും ഒക്കെ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കാവോലോ. അപ്പൊ അവർക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. അതേപോലെ അവ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും എല്ലാം കാരണം അവർക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ എല്ലാ എനർജിയുടെയും ടോട്ടലാണ് ഇന്റേണൽ എനർജി. അപ്പൊ ഈ എല്ലാ തരം മോഷനും ഈ മോളിക്യൂൾസിന് ഉണ്ടാവും. അവര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. ഗ്യാസ് ഒക്കെ ആവുമ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ മാത്രല്ല, അവ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിലും വാട്ടർ മോളിക്യൂൾസ് ആണെങ്കിലും ഈവൻ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന റൊട്ടേഷണൽ എനർജി ഉണ്ടാവും. പിന്നെ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. മോളിക്യൂൾസ് ഈവൻ സോളിഡ്സിൽ വരെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ എനർജികളുടെയും ആകെത്തുകയാണ് ഇന്റേണൽ എനർജി. അപ്പൊ ഇന്റേണൽ എനർജി കൂട്ടാനും പിന്നെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും. ആൻഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക്, നമ്മളിവിടെ തീ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യും. അതായത് അവയുടെ ഇന്റേണൽ എനർജി കൂടും. എപ്പോഴും സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കൂടുമ്പോൾ അവയുടെ ടെമ്പറേച്ചറും കൂടും. ഇനി ഇതിങ്ങനെ കൂടുമ്പോൾ ഇവയ്ക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഒന്ന് വികസിക്കാനുള്ള ടെൻഡൻസി. അപ്പൊ എന്താവും? അവർ ഈ പിസ്റ്റണിനെ മുകളിലേക്ക് പൊക്കും. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ ഇതാണ് പുറമേക്ക് ചെയ്യുന്ന വർക്ക്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് അവയുടെ ഇന്റേണൽ എനർജി കൂട്ടാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനുമാണ്. ഇത്രേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നുള്ളൂ. അപ്പൊ അത് മറ്റൊരു തരത്തിൽ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി എവിടെയും നഷ്ടപ്പെടുന്നില്ല. അത് ഇന്റേണൽ എനർജി കൂട്ടാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനുമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ എനർജി നഷ്ടപ്പെടുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി അത് വേറെ ടേംസിൽ നമ്മൾ ഒരു ഇക്വേഷന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ദിസ് ഇസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ ഡെൽറ്റ ക്യൂ? ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ബൈ ദ സറൗണ്ടിങ്സ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്നു. അപ്പൊ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഇവിടെ നമ്മൾ തീ കൊടുക്കുമ്പോൾ അതിന്റെ ഇന്റേണൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്? ഇന്റേണൽ എനർജി ഇൻക്രീസസ്. എപ്പോഴും ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഇനി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ സറൗണ്ടിങ്സ് ആണ് ഡെൽറ്റ ഡബ്ല്യു. അതായത് ഈ പിസ്റ്റൺ മുകളിലേക്ക് പൊക്കുമ്പോൾ ആ പിസ്റ്റന്റെ മുകളിൽ സിസ്റ്റം ചെയ്യുന്ന വർക്കാണ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ അത് ക്ലിയർ അല്ലേ? നമ്മൾ കൊടുക്കുന്ന എനർജി പാർഷ്യലി അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനും മറ്റൊരു പാർട്ട് അതിന്റെ മുകളിൽ പുറത്തുനിന്നേക്ക് വർക്ക് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
ഇനി നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ ബൈ എ സിസ്റ്റം എഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ പറഞ്ഞപ്പോ ഒരു പാർട്ട് ഗിവൺ എനർജിയുടെ ഒരു പാർട്ട് വർക്ക് ഡൺ ആണെന്ന് പറഞ്ഞു അല്ലെ, വർക്ക് ചെയ്യാനാണ്. അപ്പൊ എങ്ങനെയാണ് എത്രത്തോളമാണ് ഈ വർക്ക് ഡൺ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, അതിന്റെ പ്രഷർ P ആണ്. അപ്പോ ഇവിടെ ഇത് കണ്ടോ, ഇതിന്റെ പുറത്തുള്ള ഒരു പിസ്റ്റൺ, അതിന്റെ ഏരിയ A ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ചൂടാക്കുമ്പോ, അതിന് എനർജി കൊടുക്കുമ്പോൾ, അത് വർക്ക് ചെയ്യുമ്പോൾ പിസ്റ്റണിനെ മുകളിലേക്ക് പൊക്കും അല്ലെ. അപ്പൊ ആ പൊക്കുന്ന ദൂരം ΔD ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓർ ഡിസ്റ്റൻസ് മൂവ്ഡ്. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. അപ്പോൾ നമുക്ക് എഴുതാം ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ എന്ന്. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതി, ഇൻറ്റു ΔD. What is area into distance moved? Area into height എന്താണ്? വോളിയം. അപ്പൊ A into ΔD നെ ചേഞ്ച് ഇൻ വോളിയം. ഇതല്ലേ ഡിസ്റ്റൻസ് മൂവ്ഡ് ഓർ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. ഈ പിസ്റ്റന്റെ പൊസിഷൻ ഇതുവരെയാണ് ചേഞ്ച് ചെയ്തത്. അപ്പൊ അതിന്റെ വോളിയം ഇത്രയാണ് ചേഞ്ച് ചെയ്തത്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ΔD. അപ്പോ വർക്ക് ഡൺ എത്രയാണ്? P ഇൻറ്റു ΔV. അപ്പൊ നമുക്ക് വർക്ക് ഡൺ ΔW is equal to P ΔV എന്ന് പറയാം. ഇവിടെ pressure of the gas is kept constant. അപ്പൊ തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താവും? ΔQ is equal to ΔU plus P ΔV. ഇവിടെ ΔW പകരം നമ്മൾ P ΔV എന്ന് പറയും. അപ്പൊ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ആവുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ രൂപം എങ്ങനെയാണ്? ΔQ is equal to ΔU plus P ΔV. അപ്പൊ നിങ്ങൾ വാട്ട് ഇസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്തെഴുതും? ΔQ is equal to ΔU plus ΔW എന്ന് എഴുതിയാൽ മതി. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇനി അടുത്തത് നോക്കാം, തെർമോഡൈനാമിക് പ്രോസസ്സസ്. വാട്ട് ഈസ് മെന്റ് ബൈ തെർമോഡൈനാമിക് പ്രോസസ്സസ്? ഒരു ഗ്യാസിന്റെ വോളിയം കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ വോളിയം കുറയുകയാണെങ്കിൽ, വോളിയത്തിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഗ്യാസ് ചൂടാവുക തണുക്കുക ചെയ്യുകയാണെങ്കിൽ, അതുപോലെ അതിന്റെ പ്രഷറിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ആ പ്രഷർ കൂടുക കുറയുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയും. നമ്മളൊരു ഗ്യാസിന്റെ സ്റ്റേറ്റ് പറയണമെങ്കിൽ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും വോളിയം പറയാം. നമ്മളൊരു വസ്തുവിന്റെ പൊസിഷൻ പറയാന് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും അല്ലേ പറയാ. അതുപോലെ ഒരു ഗ്യാസ് എടുത്താൽ അതിന്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റ് പറയാൻ നമ്മൾ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും വോളിയം ആണ് പറയാട്ടോ. സപ്പോസ് ഗ്യാസ് ഇസ് അറ്റ് P1 പ്രഷർ, V1 വോളിയം ആൻഡ് T1 ടെമ്പറേച്ചർ. കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ മാറി, വോളിയം മാറി, ടെമ്പറേച്ചർ മാറി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ നമുക്ക് അതിന്റെ സ്റ്റേറ്റിനെ പറയാം P2, V2, T2. അപ്പോൾ ഒരു സ്റ്റേറ്റ് മാറിക്കഴിയുന്നതിനാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പലതരം തെർമോഡൈനാമിക് പ്രോസസ്സിനെ കാണും. ഇപ്പൊ ആദ്യം വാട്ട് ഈസ് മെന്റ് ബൈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് നോക്കാം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങാത്തത് എന്നല്ലേ അർത്ഥം. ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് എന്നാണ് അർത്ഥം. സ്റ്റാറ്റിക് അല്ല, അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട്, പക്ഷേ സ്ലോ ചേഞ്ച്, വളരെ സ്ലോ ആയിട്ട് ചെറുതായിട്ടൊരു മാറ്റം സംഭവിക്കുന്നു എങ്കിൽ നമ്മൾ അതിനെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയും. A quasi-static process is a sufficiently slow process during which all intermediate states of the system are in equilibrium. അതായത് ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ നേരത്തെ പോലെ ഗ്യാസ് എടുത്തിട്ടുണ്ട്, ഒരു സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാസിന്റെ പ്രഷർ P, ടെമ്പറേച്ചർ T. ഇനി അതിന്റെ ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്, T plus ΔT ആണ്. അതിന്റെ
ചുറ്റുവട്ടത്തുള്ള പ്രഷർ കുറച്ച് കൂടുതലാണ് പി പ്ലസ് ഡെൽറ്റ പി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രഷർ കൂടുതലുള്ളവിടുന്ന് പ്രഷർ കുറവുള്ളവിടേക്ക് ഈ പിസ്റ്റണിന് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട് അല്ലെ. അപ്പൊ മെല്ലെ ഈ പിസ്റ്റൺ ഇങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ഈ സിസ്റ്റം സറൗണ്ടിങ് തമ്മിലുള്ള ചേഞ്ച് വളരെ ചെറുതായിരിക്കും. ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അപ്പൊ ഇതിന് നമുക്കൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാം. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. എന്താ റിവേഴ്സിബിൾ പ്രോസസ്? നമുക്ക് തിരിച്ച് അതേപോലെ കൊണ്ടുവരാം. ഇപ്പൊ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പോൾ അതേ സ്റ്റേറ്റിൽ നിന്ന് പഴയ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഉദാഹരണത്തിന് ഐസ് തണുത്ത് വെള്ളമാവുക. അതേ വെള്ളം തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ വീണ്ടും ഐസ് ആവില്ലേ? അപ്പൊ അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതുപോലെ തന്നെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സസ് ഒക്കെ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ ഹൈപ്പോതെറ്റിക്കൽ പ്രോസസ്. ഹൈപ്പോതെറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഐഡിയൽ പ്രോസസ് ആണ്. അത് നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുന്ന പ്രോസസ് ആണ്. അത് ആക്ച്വൽ പ്രോസസ് അല്ല. കാരണം അത്രയും സ്ലോ ആയിട്ട്, ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയൊരു വ്യത്യാസം ടെമ്പറേച്ചറിലും ചെറിയൊരു വ്യത്യാസം പ്രഷറിലും സറൗണ്ടിങ്ങും സിസ്റ്റവുമായിട്ട് ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു പ്രോസസ് തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞ, സഫീഷ്യന്റ്ലി സ്ലോ ഡ്യൂറിങ് വിച്ച് all intermediate states of the system are in equilibrium. Equilibrium എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്ങിന്റെയും ടെമ്പറേച്ചർ സെയിം ആവുന്നതിനാണ് ഈക്വിലിബ്രിയം. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വിലിബ്രിയം. കൃത്യമായിട്ട് ഈക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ ഒരു പ്രോസസ്സും ചേഞ്ചും നടക്കില്ലല്ലോ. അപ്പൊ അതൊരു ഇമാജിനറി പ്രോസസ് ആണ്. പക്ഷെ വളരെ സ്ലോ ആയി നടക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് കണക്കാക്കാം. അപ്പോൾ what is quasi-static process? A process which is sufficiently slow during which all the intermediate state of the system are in equilibrium. അപ്പോൾ സ്ലോ പ്രോസസ്സുകളെയാണ് നമ്മൾ പൊതുവെ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് കൃത്യമായി പഠിക്കാനുള്ള സ്പെഷ്യൽ തെർമോഡൈനാമിക് പ്രോസസ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 തെർമോഡൈനാമിക് പ്രോസസ്സിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതേതൊക്കെയാണ്? ഒന്നാമത്തത് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത, ആ പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചർ മാറുന്നില്ല. പിന്നെ ഉള്ളത് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചറും വോളിയം ഒക്കെ മാറാം, പക്ഷെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാലോ, അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാം, പ്രഷറും ചേഞ്ച് ചെയ്യാം. ഇനി അവസാനം വരുന്നത് അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ ടെമ്പറേച്ചറും പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ആവാം, പക്ഷേ there is no heat flow between the system and the surroundings. Delta Q is equal to 0. അതായത് നമ്മൾ ഒരു വസ്തുവിലേക്ക് ചൂട് കൊടുക്കുന്നോ അതിൽ നിന്ന് ചൂട് എടുക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാ 4 ടൈപ്പ് ഓഫ് പ്രോസസ്? ഇവയുടെ പേരും ഇവയുടെ പ്രത്യേകതകളും ഓർത്തു വെക്കണം. ഇനി ഓരോ പ്രോസസ്സിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഐസോതെർമൽ പ്രോസസ് കാണാം. ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ പറഞ്ഞേ? ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം. അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 0. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാത്തപ്പോ അതിന്റെ ഇന്റേണൽ എനർജിയും ചേഞ്ച് ചെയ്യില്ല. നമ്മൾക്ക് ടെമ്പറേച്ചർ കൂട്ടിയ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാലോ ഇന്റേണൽ എനർജി കുറയും. ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പൊ ഇന്റേണൽ എനർജിയും ചേഞ്ച് ചെയ്യില്ല. ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് or delta U equal to 0. A process in which the temperature of the system is kept fixed throughout is called isothermal process. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കി രണ്ടെണ്ണവും പ്രഷറും വോളിയവും ചേഞ്ച് ആവാട്ടോ.
Since the internal energy has no change at constant temperature, the first law of thermodynamics becomes delta Q is equal to 0 plus delta W. എന്തായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ ഡെൽറ്റ യു 0 അല്ലേ, അപ്പോ ഇങ്ങനെ വരും. ഓർ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഡെൽറ്റ യു 0 ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാലും മതി. വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്? അപ്പൊ ആ ഒരു റിലേഷൻ നമ്മൾ പഠിക്കണം. ഇത് കാണാതെ പഠിക്കണം. ഇന്റഗ്രേഷൻ അറിയാത്തവര് ഈക്വേഷൻ നന്നായി പഠിക്കുക. പിന്നെ കുറച്ച് സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാക്കി തന്നെ ചെയ്യാം. ഈ ഫസ്റ്റ് ലോ ഓഫ് ഈ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to mu RT. P പ്രഷർ ആണ്, V വോളിയം ആണ്, mu എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ഗ്യാസ് ആണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. R എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്ന ക്യാപിറ്റൽ T കൊണ്ട് കാണിക്കുന്ന ടെമ്പറേച്ചർ എല്ലാം കെൽവിനിലുള്ള ടെമ്പറേച്ചർ ആണ്, അഥവാ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. അതൊരു സിസ്റ്റം എടുത്താൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ആർ എന്ന് പറഞ്ഞാലോ ഐഡിയൽ ഗ്യാസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഭാഗം മുഴുവൻ കോൺസ്റ്റന്റ് ആവില്ലേ? അപ്പൊ PV ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അപ്പോ നമുക്കറിയാം ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു P ഡെൽറ്റ V. അത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അപ്പോ ടോട്ടൽ വർക്ക് ഡൺ, ദിസ് ഇസ് ദ സ്മോൾ വർക്ക് ഡൺ ഡ്യൂ ടു എ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും? ഇന്റഗ്രൽ V1 to V2 P dV. അപ്പോ P എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. P is equal to എന്താണ്? കോൺസ്റ്റന്റ് എന്താ? mu RT. അപ്പൊ P is equal to mu RT divided by V എന്ന് പറയില്ലേ? അപ്പോ Pക്ക് പകരം mu RT, ഡിനോമിനേറ്ററിൽ V ഉണ്ട്, അങ്ങനെ എഴുതി. അപ്പൊ mu RT കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു, 1/V അവിടെ ഉണ്ടാവും. അപ്പൊ ഇന്റഗ്രൽ V1 to V2 dV by V. അപ്പൊ ഇന്റഗ്രൽ 1/V dV എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് V എന്നാണ് വരിക. അതിന്റെ അപ്പർ ലിമിറ്റ് V2 ലോവർ ലിമിറ്റ് V1 കൊടുക്കുമ്പോൾ ലോഗ് V2 മൈനസ് ലോഗ് V1 എന്ന് വരും. അതിനെ നമുക്ക് ലോഗ് V2 by V1 എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്? ഇത് പഠിച്ചു വെക്കുക കേട്ടോ. mu RT log V2 by V1. ഇനി അടുത്ത പ്രോസസ് ഏതാണെന്ന് നോക്കാം. അടുത്ത പ്രോസസ്സാണ് അഡിയാബാറ്റിക് പ്രോസസ്. ഒരു കാര്യം കൂടി ഐസോതെർമൽ പ്രോസസ്സിന്റെ കാര്യത്തിൽ പറയാനുണ്ട്. ഐസോതെർമൽ പ്രോസസ്സസ് ആർ യൂഷ്വലി വെരി സ്ലോ പ്രോസസ്. എന്തുകൊണ്ടാണ് സ്ലോ ആയിട്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാസ് പെട്ടെന്ന് അങ്ങോട്ട് പിസ്റ്റൺ അമർത്തി നമ്മൾ കംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ എന്താവും? അതിന്റെ ചൂട് അങ്ങോട്ട് കൂടും അല്ലെ? അപ്പൊ ചൂടൊട്ടും ചേഞ്ച് ചെയ്യാതെ അത് കംപ്രസ് ചെയ്യണമെങ്കിൽ എങ്ങനെ? വളരെ മെല്ലെ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദർ ഇസ് ഇനഫ് ടൈം ടു കീപ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈക്വൽ ടു ദ സറൗണ്ടിങ്. അപ്പൊ ടെമ്പറേച്ചർ ഈ ഹീറ്റ് ഫ്ലോ ഉണ്ടാവാൻ സഫിഷ്യന്റ് ടൈം ഉണ്ടാവും. അപ്പൊ എല്ലാ ഐസോതെർമൽ പ്രോസസ്സ് പൊതുവെ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ് എന്താണെന്ന് നോക്കാം. അഡിയാബാറ്റിക് പ്രോസസ് നേരത്തെ കോളത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പോൾ നമ്മൾ ഒട്ടും ചൂട് അങ്ങോട്ട് കൊടുക്കുന്നുമില്ല, അതിന്ന് പുറത്തേക്ക് എടുക്കുന്നുമില്ല. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ ക്യൂ, ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഹീറ്റ് എനർജി സപ്ലൈഡ് ഇസ് ഈക്വൽ ടു 0 or heat energy taken away from the system equal to 0.
അപ്പൊ ഫസ്റ്റ് ലോ എന്താവും? ഫസ്റ്റ് ലോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരുന്നു. ഡെൽറ്റ ക്യൂക്ക് 0 കൊടുത്തു. അപ്പൊ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഓർ ഡെൽറ്റ ഡബ്ല്യുവിനെ മറ്റേ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആവും. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. അതായത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ആ സിസ്റ്റത്തിന്റെ മുകളിൽ ചെയ്യുന്ന വർക്കിനെ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പൊ സിസ്റ്റത്തിന്റെ മുകളിൽ നമ്മൾ അതിനെ പ്രസ് ചെയ്ത്, ഇപ്പൊ ഒരു പിസ്റ്റൺ ആണെങ്കിൽ അതിനെ അമർത്തിയാല് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യുക, സിസ്റ്റത്തിന്റെ മുകളിൽ വർക്ക് ചെയ്യുക. അത് മുഴുവൻ അതിന്റെ ഇന്റേണൽ എനർജി കൂടാൻ അഥവാ ടെമ്പറേച്ചർ കൂടാൻ ഉപയോഗിക്കും. അതേപോലെ ആ സിസ്റ്റം പുറത്തേക്ക് വർക്ക് ചെയ്യാന്ന് വിചാരിച്ചോ. പുറത്തേക്ക് വർക്ക് കൊടുക്കുമ്പോൾ വർക്ക് ഡൺ, സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അപ്പൊ എന്താവും? അതിന്റെ ഇന്റേണൽ എനർജി കുറയും. അപ്പൊ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി കുറയും. വർക്ക് സിസ്റ്റത്തിന്റെ മുകളിൽ ചെയ്താൽ ഇന്റേണൽ എനർജി കൂടും. അപ്പൊ എപ്പോഴും ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. The work is done at the expense of internal energy. നമ്മൾ ചൂട് പുറത്തുനിന്ന് കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ട് അത് വർക്ക് ചെയ്യും. അതായത് അപ്പോൾ ഗ്യാസ് തണുത്തു പോവും. The work done in an adiabatic process. അപ്പോൾ work done in an adiabatic process കാണാം. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to mu RT. ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ അറിയാം എങ്കിൽ ഈ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് പഠിക്കുക. അതല്ലെങ്കിൽ ഈ ഫൈനൽ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പൊ PV is equal to mu RT. This is ideal gas equation. ഈ അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള ഒരു പ്രത്യേകത PV raised to gamma is a constant. അപ്പൊ ഇത് പഠിച്ചോട്ടോ. What is the relation between PV in an adiabatic process? PV raised to gamma ഒരു constant ആണ്. What is gamma? Gamma എന്ന് പറഞ്ഞാൽ ratio of specific heat capacities. അപ്പൊ CP എന്ന് പറഞ്ഞാൽ specific heat capacity at constant pressure. CV എന്ന് പറഞ്ഞാല് specific heat capacity at constant volume. അതിന്റെ റേഷ്യോ CP/CV-നെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ PV raised to gamma is a constant എന്നാണ് അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള PVയുടെ റിലേഷൻ, പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ വർക്ക് ഡൺ നമുക്കറിയാം P ഇൻറ്റു ഡെൽറ്റ വി ആണ്. അതിന്റെ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വോളിയം V1 to V2. ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണ് V1 നിന്ന് V2ലേക്ക് പോവാന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയാം P is equal to constant divided by V raised to gamma. അപ്പൊ ഇവിടെ Pക്ക് പകരം കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ V raised to gamma എന്ന് എഴുതിയിട്ട് ആ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഡിവൈഡഡ് ബൈ V raised to gamma എന്നുണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? V raised to minus gamma plus 1 ഡിവൈഡഡ് ബൈ, കാരണം V raised to gamma എന്ന് പറഞ്ഞാൽ V raised to minus gamma എന്നാണ് അർത്ഥം. 1 by V raised to gamma എന്ന് പറഞ്ഞാൽ V raised to minus gamma plus 1 ഡിവൈഡഡ് ബൈ 1 minus gamma എന്ന് കിട്ടും. ഇവിടെ ലിമിറ്റ്സ് V2 by V1 കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ ഇത് എത്രയാണ്? കോൺസ്റ്റന്റ് ഇൻറ്റു 1 മൈനസ് ഗാമയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റിന്റെ ഒപ്പം എടുത്തു. എന്നിട്ട് ഈ ബ്രാക്കറ്റിലുള്ള സംഭവത്തിന് മാത്രമാണ് നമ്മൾ ലിമിറ്റ്സ് കൊടുത്തത്, V2 V1. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1 by ഈ കോൺസ്റ്റന്റ് എത്രയാണ്? PV raised to gamma എന്നാണ് അല്ലെ. അപ്പൊ V2 ആവുമ്പോൾ ഇതിനെ P2 V2 raised to gamma എന്ന് പറയാം. V1 ആവുമ്പോൾ P1 V1 raised to gamma എന്ന് പറയാം. അപ്പൊ ഈ കോൺസ്റ്റന്റിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് ഭാഗത്തും നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ്. The constant is P1 V1 raised to gamma or P2 V2 raised to gamma. അപ്പൊ കോൺസ്റ്റന്റ് ഉള്ളിലേക്ക് എടുത്ത് അതിന് പകരം P2 V2 raised to gamma divided by V2 raised to gamma minus 1, P1 V1 raised to gamma divided by V1 into gamma minus 1. V2 raised to gamma minus gamma plus 1 എന്താ? gamma വെട്ടിപ്പോവും, വെറും P2 V2 ആവും. ഇവിടെ അതേപോലെ P1 raised to gamma, ഇവിടെ താഴെയുള്ള മുകളിലേക്ക് എടുത്ത മൈനസ് ഗാമ പ്ലസ് 1 എന്നാവും.
അപ്പോൾ P1 V1. അപ്പോൾ 1 by gamma P2 V2 minus P1 V1 എന്ന് വരും അല്ലേ. P2 V2 എന്താണ്? mu r T1 T2 എന്ന് വരും. P1 V1 എന്താണ്? mu r T1 എന്ന് വരും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് T2 മൈനസ് T1 പകരം T1 മൈനസ് T2 എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ 1 മൈനസ് ഗാമയല്ലേ, അതിന് ഗാമ മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മൈനസ് കൊണ്ട് ആകെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പോ നമുക്ക് കിട്ടി വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ് എത്രയാണ്? mu r T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇതാണ് വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ് ഇസ് ഈക്വൽ ടു mu r T1 മൈനസ് T2 ബൈ ഗാമ മൈനസ് 1. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഗ്യാസ് പെട്ടെന്ന് തണുക്കുകയാണെന്ന് വിചാരിച്ചോ. തണുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? T2 എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചർ ആണ്, T1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ്. അപ്പോ mu r T1 മൈനസ് T2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം T2 എന്ന് പറയുന്നത് T1-നെക്കാട്ടിലും കുറഞ്ഞ സംഖ്യയല്ലേ. അപ്പൊ കുറഞ്ഞ സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ആവും. അപ്പൊ പോസിറ്റീവ് ആയ ഒരു ക്വാണ്ടിറ്റിയാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെ. സോറി, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഗ്യാസ് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഗ്യാസ് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതൊരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. നമ്മൾ പുറത്തുനിന്ന് ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ദർ ഈസ് നോ ടൈം ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. അപ്പൊ പെട്ടെന്ന് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. അതായത് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അതായത് ടെമ്പറേച്ചർ, ഫൈനൽ ടെമ്പറേച്ചർ ചെറുതാണ്. എന്ത് സംഭവിക്കും? ഗ്യാസിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു പോവും, ഗ്യാസ് തണുത്തു പോവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അഡിയാബാറ്റിക് പ്രോസസ്സിന് ഒരു ടയർ പഞ്ചർ ആവുക. ടയർ പഞ്ചർ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? ടയർ പഞ്ചർ ആവുമ്പോ പെട്ടെന്ന് ആ ടയറിന്റെ ഉള്ളിലുള്ള ഗ്യാസ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത് പെട്ടെന്ന് നടക്കുന്ന സംഭവം ആവുമ്പോൾ അത് അഡിയാബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാണ്. ആ സമയത്ത് ആ ചുറ്റുവട്ടത്ത് ഒരു തണുപ്പാണ് ഉണ്ടാവുക. ആ ഗ്യാസ് തണുത്തു പോവുക ചെയ്യാം. അപ്പൊ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആവുമ്പോൾ the gas will cool down, temperature decreases, internal energy decreases. അതേരെ മറിച്ച് പെട്ടെന്ന് നമ്മൾ ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചോ. പെട്ടെന്ന് ചെയ്യുമ്പോൾ there is no time for exchange of heat. അപ്പൊ ഹീറ്റ് പുറത്തേക്ക് പോകാനോ അകത്തേക്ക് വരാനോ സമയമില്ല. നമ്മൾ പിസ്റ്റൺ പിടിച്ച് ഒറ്റ താഴ്ത്തല, പെട്ടെന്ന് കംപ്രസ് ചെയ്യാം. പെട്ടെന്ന് കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണ്. ഈ ക്വാണ്ടിറ്റി എപ്പോഴാണ് നെഗറ്റീവ് ആവുക? T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. ഫൈനൽ ടെമ്പറേച്ചർ കൂടുതലാണ് ഇനീഷ്യലിനെക്കാട്ടിലും. പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കൂടും. അപ്പൊ അഡിയാബാറ്റിക് കംപ്രഷൻ, അതായത് പെട്ടെന്ന് നമ്മൾ ഗ്യാസിനെ കംപ്രസ് ചെയ്താൽ അത് ചൂടാവും, അതിന്റെ ഇന്റേണൽ എനർജി കൂടും. അപ്പൊ ഞാനിപ്പൊ പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. അഡിയാബാറ്റിക് പ്രോസസ് ഫാസ്റ്റ് പ്രോസസ് ആയിരിക്കും, പെട്ടെന്ന് നടക്കുന്ന. നമ്മൾ മുമ്പ് പറഞ്ഞു ഐസോതെർമൽ പ്രോസസ് സ്ലോ പ്രോസസ് ആണ്. അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിലോ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക. അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ heat increases, temperature increases. ഇനി അഡിയാബാറ്റിക് പ്രോസസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിലോ heat or temperature decreases, internal energy decreases, the gas cools down. ആ കാര്യം ശ്രദ്ധിക്കുക. And remember, work done in an adiabatic process is mu r T1 minus T2 by gamma minus 1. ഇത് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ആവശ്യമുണ്ടാവും. ഇനി അടുത്ത പ്രോസസ് നോക്കാം, ഐസോകോറിക് പ്രോസസ്. കോർ എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം എന്നുള്ളതിനാണ് കോർ എന്ന് പറയാം. അപ്പൊ വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. ഡെൽറ്റ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഈക്വൽ ടു 0. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്.
Isochoric process is a process in which the volume of the system is kept fixed throughout. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്, വോളിയം ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ് എന്ന് പറയാം. ഇനി in an isochloric process, the first law of thermodynamics becomes, നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ആണെന്ന്, അല്ലെ? അപ്പൊ ഡെൽറ്റ ക്യൂ പ്ലസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ വി സീറോ അല്ലേ, അപ്പൊ പി ഡെൽറ്റ വി സീറോ. അപ്പൊ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് സീറോ ഓർ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ഐസോകോറിക് പ്രോസസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാവണം, ആൻഡ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു സീറോ എന്ന് ഓർമ്മയുണ്ടാവണം. അപ്പൊ ഇത് എഴുതാൻ പറ്റും. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. അത് മുഴുവൻ എന്തിനാ ഉപയോഗിക്കുന്നത്? അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഒരു വർക്കും ചെയ്യുന്നില്ല. ഇനി നമ്മൾ അതിന് ഹീറ്റ് പുറത്തേക്ക് എടുക്കുക എന്ന് വിചാരിച്ചു, അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ഇന്റേണൽ എനർജി കുറയും. അപ്പൊ നമ്മള് ഐസോകോറിക് പ്രോസസ്സിൽ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവൻ ഉപയോഗിക്കുന്നത് അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനാണ്. The heat absorbed by the system goes completely to increase the internal energy and hence to increase the temperature. Work done in isochloric process എന്തായിരിക്കും? ഡെൽറ്റ ഡബ്ല്യു അല്ലേ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ഡെൽറ്റ വി സീറോ ആണ്, അപ്പൊ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സീറോ. സോ നോ വർക്ക് ഇസ് ഡൺ on or by the system. So work done during an isochoric process എത്രയാണ്? സീറോ. അപ്പൊ അത് എളുപ്പമാണ് അല്ലെ? നമുക്കൊരു ഇക്വേഷൻ ഒന്നും പഠിച്ചു വെക്കണ്ട, പക്ഷെ മനസ്സിലാക്കി വെക്കണം. വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് ഇസ് സീറോ. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവൻ ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടാനും ഇന്റേണൽ എനർജി കൂട്ടാനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് മെന്റ് ബൈ ഐസോബാറിക് പ്രോസസ്? ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ പി ഈക്വൽ ടു സീറോ, പ്രഷർ വിൽ ബി എ കോൺസ്റ്റന്റ്. ബാർ, ബാരോമീറ്റർ എന്തിനാ ഉപയോഗിക്കുക? പ്രഷർ അളക്കാനല്ലേ ഉപയോഗിക്കുക. അപ്പൊ ഈ ബാർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് പ്രഷർ തന്നെയാണ്. അപ്പൊ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്. പ്രഷർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. But delta P equal to zero. A process in which the pressure of the system is kept fixed throughout is called isobaric process. In an isobaric process, the first law of thermodynamics is delta Q is equal to delta U plus delta W. ഇത് അതിന്റെ ഒറിജിനൽ ഫോമിൽ തന്നെയാണ്. പിന്നെ ഓർക്കണം, ഡെൽറ്റ ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം അല്ലെ? അത് ഐസോബാറിക് പ്രോസസ്സിലാണ്. ഡെൽറ്റ പി സീറോ ആണ്, ചേഞ്ച് ഇൻ പ്രഷറേ സീറോ ഉള്ളൂ, പ്രഷർ സീറോ അല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നും എഴുതാം. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ് ആൻഡ് ഹെൻസ് ദ ഇന്റേണൽ എനർജി ചേഞ്ചസ്. അപ്പോൾ നമ്മൾ തുടക്കത്തില് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ ആൻ ഐസോബാറിക് പ്രോസസ്, part of the given energy is used to increase the internal energy and part of the given energy is used to do work by the system. അപ്പോൾ ഒരു വർക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയുടെ പകുതി അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം ഇന്റേണൽ എനർജി കൂട്ടാൻ, ബാക്കി ഭാഗം വർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. The gas expands or contracts to maintain the pressure a constant. So net work is done by or on the system. ഇനി നമുക്ക് ഇത് സൈക്ലിക് പ്രോസസ് എന്നാൽ എന്താണെന്ന് നോക്കാം. സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാല് the system returns to its initial state after passing through various intermediate process. അതായത് ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി, വേറൊന്നിലൂടെ കടന്നുപോയി, തിരിച്ചു വേറൊന്നിലേക്ക് വന്നു, വേറൊന്നിലേക്ക്. ഒരു ഐസോതെർമൽ പ്രോസസ്സിലൂടെ പോയി. ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും, പക്ഷെ പ്രഷറും ചേഞ്ച് ചെയ്യാം, വോളിയം ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇത് ഒരു PV ഡയഗ്രാം ആണ്. പ്രഷർ, വോളിയം. വോളിയം എപ്പോഴും എക്സ് ആക്സിസിലും പ്രഷർ എപ്പോഴും Y ആക്സിസിലും ആണ് എടുക്കുക.
അപ്പോൾ ഈ പി വി ഗ്രാഫ് അല്ലെങ്കിൽ പി വി ഡയഗ്രാമിൽ നമുക്ക് ഐസോതെർമൽ പ്രോസസ് കാണാം. കണ്ടോ, ഇതാണ് ഐസോതെർമൽ. ടെമ്പറേച്ചർ സെയിം ആണ്, പക്ഷേ പ്രഷർ P1 വോളിയം V1 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ പ്രഷർ P2 വോളിയം V2. അതായത് വോളിയം കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിനെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വോളിയം കൂടുക, വികസിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊരു ഐസോതെർമൽ എക്സ്പാൻഷനിലൂടെ കടന്നുപോയി. പിന്നെ ഇത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഐസോതെർമൽ സ്ലോ ആയിട്ടാണ്, അഡിയാബാറ്റിക് ഫാസ്റ്റ് ആയിരിക്കും. അഡിയാബാറ്റിക്കിലും പ്രഷറും ചേഞ്ച് ചെയ്യും, വോളിയം ചേഞ്ച് ചെയ്യും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ P2 V2 അല്ലേ, P2 V2ൽ നിന്ന് P3 V3യിലേക്ക് വന്നു. ഇതും ഇപ്പോഴും വോളിയം കൂടുകയാണ്. അപ്പൊ ഇത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ ഗ്യാസിനെ കംപ്രസ് ചെയ്യുക. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ വോളിയം കുറയുക കേട്ടോ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ. അപ്പോ പ്രഷറും വോളിയം എങ്ങോട്ട് പോയി, ഇത് P3 V3 എന്നല്ലേ പറഞ്ഞ, അപ്പൊ ഇത് P4 V4 എന്ന് പറയാം. കംപ്രഷൻ ആണ്. അപ്പൊ വികസിച്ച എക്സ്പാൻഷൻ അല്ല, കംപ്രഷൻ, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഇതോ ഒരു അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പൊ തിരിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ എത്തിയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് സൈക്ലിക് പ്രോസസ് എന്ന് പറയാം. അപ്പൊ സൈക്ലിക് പ്രോസസ് ആവുമ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വരും. സൈക്ലിക് പ്രോസസ്സുകളുടെ പ്രത്യേകത എന്താ? Internal energy remains a constant. There is no change in internal energy. Delta U equal to 0 for a cyclic process. So, first law of thermodynamics എന്താവും? Delta Q is equal to delta U plus delta W. Delta U 0 ആവുമ്പോൾ delta Q is equal to delta W. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്തായി കൺവേർട്ട് ആവും? വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ നമ്മളൊരു സൈക്ലിക് പ്രോസസ് ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിന്, ഒരു സിസ്റ്റത്തിന് ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ചൂടാക്കിയാൽ അതിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഐഡിയ, ഈ സൈക്ലിക് പ്രോസസ്സിന്റെ ഐഡിയ ആണ് നമ്മൾ ഹീറ്റ് എഞ്ചിനിൽ ഉപയോഗിക്കുക. അപ്പൊ ഇനി അടുത്ത ടോപ്പിക് എന്താണ്? ഹീറ്റ് എഞ്ചിൻ. എന്താണ് ഒരു ഹീറ്റ് എഞ്ചിൻ നോക്കാം. ഹീറ്റ് എഞ്ചിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ? എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി ഈസ് കോൾഡ് ഹീറ്റ് എഞ്ചിൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിനെ, ചൂടിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉദാഹരണം പറയാം. ഹീറ്റ് എഞ്ചിൻ എവിടെ ഉണ്ടാവുന്നതെന്ന്. വാഹനങ്ങളിലൊക്കെ ഓടിക്കുന്നത് ഹീറ്റ് എഞ്ചിനാണ് അവിടെ ഉള്ളത് അല്ലെ. നമ്മൾ പെട്രോൾ അടിക്കും വണ്ടിയിൽ, കാറിൽ പെട്രോൾ അടിച്ച്, അപ്പോൾ പെട്രോൾ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, അത് വർക്കാവും. അപ്പൊ ആ ഹീറ്റ് എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്താവും? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കാറ് മുന്നോട്ട് പോകുന്നു. അപ്പൊ എല്ലാ തരം അങ്ങനെയുള്ള എഞ്ചിനും എന്താണ്? ഹീറ്റ് എഞ്ചിനാണ്. നമ്മൾ പെട്രോൾ കത്തിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ സ്റ്റീമാണ് കൺവേർട്ട് ചെയ്യുന്നത് ഹീറ്റ് ആയിട്ട്. അതിന് നമ്മൾ വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി, വസ്തുക്കളെ നീക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഹീറ്റ് എഞ്ചിനും എന്താ ചെയ്യുന്നത്? ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ. അപ്പൊ എല്ലാ വാഹനങ്ങളിലും ഉള്ളത് എന്താണ്? ഹീറ്റ് എഞ്ചിൻ ആണ്. അതുപോലെ നമ്മൾക്ക് പിന്നെന്താണ്, ഇൻഡസ്ട്രീസിലൊക്കെ ഇഷ്ടംപോലെ ഹീറ്റ് എഞ്ചിനുകൾ ഉണ്ടാവും. ഇപ്പൊ ട്രെയിൻ പോകുന്നതും അതും ഒരു ഹീറ്റ് എഞ്ചിനാണ്. കൽക്കരി കത്തിച്ചിട്ട് പണ്ടൊക്കെ ട്രെയിൻ പോയിരുന്നത്, അവിടെ നമ്മൾ ചൂടാക്കുകയാണ് അല്ലെ. അപ്പൊ ഹീറ്റ് എഞ്ചിനിൽ എന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെയാണ് അതിന്റെ പാർട്സ്? അവിടെ ഒരു ഹോട്ട് സോഴ്സ് ഉണ്ടാവും, ഒരു ഹോട്ട് സോഴ്സ് ഓഫ് ഹീറ്റ്, വളരെ ചൂടുള്ള ഒരു സോഴ്സ് ഉണ്ടാവും. അവിടെ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കും. ഹീറ്റ് വലിച്ചെടുത്തിട്ട് ഒരു എഞ്ചിൻ ഉണ്ടാവും. എഞ്ചിൻ വർക്ക് ചെയ്യും. ബാക്കി ഉണ്ടാവുന്ന ഹീറ്റിനെ നമ്മൾ ഒരു കോൾഡ് റിസർവോയർ, അതായത് ഒരു കോൾഡ് റിസർവോയർ അഥവാ സിങ്ക് എന്നാണ് പറയാ, അതിലേക്ക് തള്ളിവിടും. അപ്പൊ എന്തൊക്കെ വേണം?
ഒരു ഹോട്ട് സോഴ്സ് ഉണ്ടാവണം, ചൂടുള്ള ഒരു സ്ഥലം ഉണ്ടാവണം. പിന്നെ എഞ്ചിന്റെ ഉള്ളിൽ എന്താണ്, ഒരു ഐഡിയൽ ഗ്യാസ് ആണല്ലേ കേട്ടോ. ആ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോ എ സൈക്ലിക് പ്രോസസ്. ഈ ഐഡിയൽ ഗ്യാസിനെ നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ചെയ്യും, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ചെയ്യും, ഐസോതെർമൽ കംപ്രഷൻ ചെയ്യും, അഡിയാബാറ്റിക് കംപ്രഷൻ ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ എന്താവും, കുറച്ച് വർക്ക് അങ്ങോട്ട് ചെയ്യും. ആ എടുത്ത ഹീറ്റ് എനർജി, Q1 ഹീറ്റ് എനർജി എടുത്താൽ അതിന് കുറച്ച് പാർട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും, ബാക്കി പാർട്ട് കോൾഡ് സിങ്കിലേക്ക് കൊടുത്തുവിടും. അധികവും ഈ കോൾ സിങ്ക് എന്ന് പറയുന്നത് സറൗണ്ടിങ്സ് ആണ്. അപ്പൊ പുറത്തേക്ക് ബാക്കി ചൂടിനെ അങ്ങോട്ട് പുറത്തേക്ക് തള്ളും. A heat engine absorbs heat from a source of higher temperature and converts part of it to work and rejects the remaining part of heat to a sink at lower temperature and the initial condition is restored. അപ്പൊ ബാക്കി ചൂട് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ എൻജിൻ പഴയപടിക്കാവും. വീണ്ടും അത് Q1 ഹീറ്റ് ഈ ഹോട്ട് സോഴ്സിൽ നിന്ന് എടുക്കും, കുറച്ച് ഭാഗം വർക്കാക്കും, ബാക്കി ഹീറ്റ് കോൾഡ് സോഴ്സിലേക്ക്, കോൾഡ് സിങ്കിലേക്ക് വിടും. അപ്പൊ ഈ എൻജിൻ പഴയപടിക്കാവും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. To get continuous supply of work, the cycle of operations are to be repeated. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഹീറ്റ് എനർജി എടുത്ത് മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഹീറ്റ് എനർജി is converted to mechanical energy. അതാണ് ഹീറ്റ് എൻജിൻ. Working substance is usually a gas, usually ideal gas, in a cylinder fitted with a piston. നാം നേരത്തെ കണ്ട പോലെ ഒരു സിലിണ്ടറിൽ ഗ്യാസ് വെച്ചിട്ട് ഒരു പിസ്റ്റൺ ഉണ്ടാവും. അതാണ് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ളത്. ഇനി സൈക്ലിക് പ്രോസസ് ഓഫ് ഹീറ്റ് എൻജിനിൽ 4 പ്രോസസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് 4 പ്രോസസ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഓർഡറിൽ തന്നെയാണ് ഇത് നടക്കുക. ആദ്യം എന്താ ഉണ്ടാവുക, ഐസോതെർമൽ എക്സ്പാൻഷൻ, വോളിയം അങ്ങോട്ട് കൂടും. അപ്പൊ ഈ ഫിഗർ നോക്കുക, ഇതാ ഹീറ്റ് റിസർവോയർ, അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഈ ഗ്യാസ് ഈ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ആ ഹീറ്റ് എടുക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടില്ല, പകരം എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. അതിനെയാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പൊ ഈ ഹോട്ട് സോഴ്സിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത് അത് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടാനല്ല, വർക്ക് ചെയ്യാനാണ് ആ എടുത്ത ഹീറ്റിനെ മുഴുവൻ ഉപയോഗിക്കുന്നത്. അതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഹീറ്റ് റിസർവോയറിന് എടുത്തിട്ട് ഒന്നുമില്ലാതെ ഒരു ഇൻസുലേറ്റിംഗ് പൊസിഷനിൽ വെക്കും. അപ്പോ കൂടുതൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, പെട്ടെന്ന് അങ്ങനെയുണ്ട് എക്സ്പാൻഡ് ആക്കും. അതാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സിങ്കിന്റെ മുകളിൽ വെക്കും, അതായത് തണുത്ത പ്രതലത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യും, ഐസോതെർമൽ കംപ്രഷൻ, നമ്മൾ അതിനെ കംപ്രസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ എന്താവും, ടെമ്പറേച്ചർ മാറാതെ ആ എക്സ്ട്രാ ഹീറ്റ് എത്ര ഉണ്ടായിരുന്നോ, കംപ്രസ് ചെയ്യുമ്പോൾ അത് ചൂടാവണ്ടേ, അപ്പൊ ആ ചൂടാവേണ്ട ഹീറ്റ് പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒന്നുകൂടി അഡിയാബാറ്റിക് കംപ്രഷൻ, പെട്ടെന്ന് അങ്ങോട്ട് കംപ്രസ് ചെയ്യും. അപ്പോൾ ഇതാ ഒരു സൈക്കിളിലൂടെ പോയി അത് പൂർവ്വസ്ഥിതിയിലെത്തി. വീണ്ടും എന്താക്കും, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ 4 പ്രോസസ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് എന്താവും, അതിൻ്റെ ഇടയിൽ ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഡിഫറൻസ് ഇൻ ഹീറ്റ് എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കണ്ടോ, ഈ എ എന്നുള്ള പൊസിഷനിൽ അതിന് P1 V1 ആണ് പ്രഷർ. ഐസോതെർമൽ എക്സ്പാൻഷൻ ആവുമ്പോൾ P2 V2 ആവും പ്രഷർ. പിന്നെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആവുമ്പോൾ P3 V3 ആവും പ്രഷർ. പിന്നെ ഐസോതെർമൽ കംപ്രഷൻ ആവുമ്പോൾ P4 V4 ആവും. പിന്നെ അഡിയാബാറ്റിക് കംപ്രഷൻ ആവുമ്പോൾ P1 V1 പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ആകെ ചെയ്യുന്ന വർക്ക് എത്രയാണ്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് കർവ്, അതാണ് ആകെ ചെയ്യുന്ന വർക്ക്. വീണ്ടും ഈ ഗ്യാസിനെ ഈ സൈക്കിളിലൂടെ തന്നെ പോവും. ഹീറ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്യും, കുറച്ച് ഹീറ്റ് വർക്കാക്കി കൺവേർട്ട് ചെയ്യും, ബാക്കി ഹീറ്റിനെ പുറത്തേക്ക് തള്ളും. വീണ്ടും ഹോട്ട് സോഴ്സിൽ നിന്ന് ഹീറ്റ് എടുക്കും, വർക്കായി കൺവേർട്ട് ചെയ്യും, ബാക്കി വരുന്ന ഹീറ്റിനെ പുറത്തേക്ക് തള്ളും.
ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ എ കാർനോട്ട് സൈക്കിൾ? ഇതിനൊരു കാർനോട്ട് സൈക്കിൾ എന്നും പറയാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ ആ സൈക്കിളിൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ പ്രോസസ് 1 and 2, അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. W2 എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ പ്രോസസ് 2 to 3. അപ്പൊ ഈ 1 ഉള്ള പ്രോസസ്സിന്റെയും 2 to 3 ഈ രണ്ട് വർക്ക് ഡൺ ഉണ്ട്. ഇനി ബാക്കി രണ്ടെന്താണ്? കംപ്രഷൻ ആണ്. അപ്പൊ 3 to 4 W3 എന്നെടുത്തു, 4 to 1 W4 എന്നെടുത്തു. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എന്താണ്? W1 plus W2 minus W3 minus W4. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാല് PV ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി എന്നല്ലേ പറഞ്ഞേ? P ഇൻറ്റു വി ആണ്. ഞാൻ അതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും P ഇൻറ്റു വി, Y ആക്സിസിലുള്ളത് ഇൻറ്റു X ആക്സിസിലുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയുള്ള ഏരിയ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാല് ഏരിയ അണ്ടർ PV ഗ്രാഫ്. അപ്പൊ ഈ ഏരിയ മൈനസ് ഈ ഏരിയ ചെയ്താൽ നമുക്ക് ആകെ എത്ര കിട്ടും? ഈ കർവിന്റെ ഉള്ളിലുള്ള ഏരിയ. അപ്പൊ അതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ PV കർവ് ഓഫ് ദ കാർനോട്ട് സൈക്കിൾ. അപ്പൊ ഈ ടോട്ടൽ ഏരിയ, ഈ എൻക്ലോസ്ഡ് ഈ ഏരിയ ആണ് വർക്ക് ഡൺ. ഇനി എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. നമ്മൾ സപ്പോസ് ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് T1 ആണെന്ന് വിചാരിക്കുക, ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് T2 ആണ്. എപ്പോഴും T1 ഹൈ ആയിരിക്കും. T1 വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ T2. Q1 എന്ന് പറഞ്ഞത് ഹീറ്റ് ടേക്കൺ ഫ്രം ദ സോഴ്സ്, അതായത് സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് എനർജി. Q2 എന്ന് പറഞ്ഞാല് ഈ സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി. W എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ. അപ്പൊ W എത്രയാണ്? Q1 മൈനസ് Q2. ഇവിടുന്ന് എത്ര എടുത്തോ ഇവിടെ എത്ര കൊടുത്തോ അതിന്റെ ഡിഫറൻസ് ആണ് വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, W is equal to Q1 മൈനസ് Q2. ഈ വ്യത്യാസം എടുത്ത ഹീറ്റ് എനർജിന്നും കൊടുക്കുന്ന ഹീറ്റ് എനർജിയും തമ്മിലുള്ള വ്യത്യാസമാണ് വർക്കാക്കി മാറ്റുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ എനർജി സപ്ലൈഡ്. വർക്ക് എത്രയാണ്? W. എനർജി ടേക്കൺ സപ്ലൈഡ് എത്രയാണ്? Q1. പക്ഷെ നമുക്ക് അറിയാം W എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ആണ്, ഡിവൈഡഡ് ബൈ Q1 എന്ന് പറഞ്ഞാൽ Q1 ബൈ Q1 എന്ന് എത്രയാ? 1 മൈനസ് Q2 ബൈ Q1. ഇനി നമ്മൾ ഇതിന് എത്ര ഹീറ്റ് ആണോ എടുക്കുന്നത് എന്നുള്ളത് അതിന്റെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ എത്ര ഹീറ്റ് ആണോ കൊടുക്കുന്നത് അത് അതിന്റെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ Q1 ബൈ Q2 ഈക്വൽ ടു T1 ബൈ T2 എന്ന് എഴുതാം. അപ്പൊ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് Q1 ബൈ Q2 പകരം Q2 ബൈ Q1 പകരം T2 ബൈ T1 എന്ന് കൊടുത്തു. അഥവാ ഇതിനെ T1 ബൈ T1 എന്ന് എഴുതാലോ 1-നെ. അപ്പൊ T1 മൈനസ് T2 ബൈ T1 എന്ന് പറയാം. അപ്പൊ എഫിഷ്യൻസി നമ്മൾക്ക് പെർസെൻറ്റേജിൽ കാണണമെങ്കിൽ ഇത് ഇൻറ്റു 100 എന്ന് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, എഫിഷ്യൻസിന്റെ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഒന്ന് 1 മൈനസ് Q2 ബൈ Q1. ഇപ്പോ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആണ് തന്നിരിക്കുന്നത്, ജൂൾസിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. നേരെ മറിച്ച് സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ ആണ് തന്നിരിക്കുന്നത് എങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 എന്നോ T1 മൈനസ് T2 ബൈ T1 എന്നോ ഇതിലേതെങ്കിലും ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കാണാൻ പറ്റും. നമ്മളൊരു പ്രോബ്ലം ഇതിന്റെ അവസാനം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ എഫിഷ്യൻസിയുടെ ഫോർമുല പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. An electric heater supplies heat to a system at a rate of 100 watt. If system performs work at a rate 75 joules per second, at what rate is the internal energy increasing? Rate എന്ന് പറഞ്ഞാൽ എനർജി
rate of energy എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ rate of heat എന്ന് പറഞ്ഞാൽ heat energy by time എന്നാണ് അർത്ഥം. What is energy by time? Power. അതുകൊണ്ടാണ് ഈ പവറിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ആദ്യം എന്താ പറഞ്ഞേ, നമ്മൾ ഇലക്ട്രിക് ഹീറ്റിന് ഹീറ്റർ സപ്ലൈ ചെയ്യുന്ന ഹീറ്റർ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എത്രയായിരിക്കും? ഹീറ്റ് സപ്ലൈഡ് ഇസ് ഈക്വൽ ടു 100 വാട്ട്സ്, അതായത് 100 ജൂൾസ് പെർ സെക്കൻഡ്. വർക്ക് എത്രയാണെന്നാ പറഞ്ഞേ? വർക്ക് ഡൺ 75 ജൂൾസ് പെർ സെക്കൻഡ്. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു എത്രയാ? 75 ജൂൾസ് പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി? അപ്പൊ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു എത്ര? നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയില്ലേ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അഥവാ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ഡബ്ല്യുവിനെ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാവും. അപ്പൊ 100 മൈനസ് 75, അതായത് 25 ജൂൾസ് പെർ സെക്കൻഡ്. അപ്പൊ ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. 2 മാർക്കിന് ചോദിക്കാവുന്ന പ്രോബ്ലമാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇത് എഫിഷ്യൻസി കാണാനുള്ളതാണ്. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ആൻ എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. എന്താണ് ഈ സ്റ്റീം പോയിന്റ്? സ്റ്റീം ഉണ്ടാവുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് സ്റ്റീം പോയിന്റ് എന്ന് പറയാ. എപ്പോഴാണ് സ്റ്റീം ഉണ്ടാവുക? വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ അല്ലെ? വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴാ? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ സ്റ്റീം പോയിന്റ് ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഗ്രി സെൽഷ്യസ് അല്ല, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താണ്? കെൽവിൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക? പ്ലസ് 273 എന്ന് ചെയ്താൽ മതി. അപ്പോ 100 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 273 കെൽവിൻ, അതായത് 373 കെൽവിൻ. ഇനി ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ടെമ്പറേച്ചറിലാണോ വെള്ളം ഐസായി മാറുന്നത് അതിനെയാണ് ഐസ് പോയിന്റ് എന്ന് പറയാം. ഐസ് പോയിന്റ് ഇസ് ഈക്വൽ ടു ഏത് ടെമ്പറേച്ചറിലാണ് വെള്ളം ഐസായി മാറുക? 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ? അപ്പോ അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്ലസ് 273 ചെയ്തു. അതായത് 0 പ്ലസ് 273 എന്താ? 273 കെൽവിൻ. എന്നിട്ട് വേണം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ കണ്ടല്ലേ ഉള്ളൂ എഫിഷ്യൻസി T1 മൈനസ് T2 ബൈ T1. അപ്പൊ T1 എന്ന് പറഞ്ഞാല് ഹയർ ടെമ്പറേച്ചർ, എന്താണ്? സോഴ്സിന്റെ ടെമ്പറേച്ചർ അല്ലെ? അപ്പൊ 373 മൈനസ് T2 എന്താ? ലോവർ ടെമ്പറേച്ചർ 273 ഡിവൈഡഡ് ബൈ 373 ചെയ്തപ്പോ ഇത്രയാണ് ഉത്തരം കിട്ടിയത്. ഇനി അത് പെർസെൻറ്റേജിൽ കാണണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ 0.268 ഇൻറ്റു 100 ചെയ്താല് 26.8 എന്ന് കിട്ടും. അത്രയും പെർസെൻറ്റേജ്. ഇതാണ് എഫിഷ്യൻസി. അപ്പൊ സിമ്പിൾ പ്രോബ്ലം അല്ലേ? ഒന്ന് നിങ്ങൾ ഓർക്കണം, എഫിഷ്യൻസിയുടെ ഫോർമുല പഠിച്ചിരിക്കണം. മാത്രമല്ല സ്റ്റീം പോയിന്റ് എന്നാൽ എന്താണെന്ന് അറിയണം, ഐസ് പോയിന്റ് എന്നാൽ എന്താണെന്ന് അറിയണം. ഇനി അടുത്തൊരു ചോദ്യം, ഇത് പഠിച്ചാല് സുഖമായി എഴുതാവുന്ന ചോദ്യമാണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ്. ഇതുപോലെ തന്നെ ചോദിക്കാവുന്നതാണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം ട്ടോ. അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് ഐസോബാറിക് പ്രോസസ്. അങ്ങനെ ഏത് 2 പ്രോസസ്സുകൾ തമ്മിലുള്ള വ്യത്യാസവും ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാം. ആദ്യമായിട്ട് എന്തെഴുതുക? ഐസോതെർമൽ പ്രോസസ് എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ് എന്താണ്? ഐസോതെർമൽ പ്രോസസ് എന്താ? The process in which the temperature of the system is kept fixed throughout. Adiabatic എന്താണ്? A process in which there is no exchange of heat between the system and its surroundings. അത് കഴിഞ്ഞ് രണ്ടിലും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയിരിക്കും എന്ന് നോക്കാം. ഐസോതെർമൽ വന്നാൽ ഡെൽറ്റ യു 0 അല്ലേ? അപ്പൊ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. അഡിയാബാറ്റിക് ആണെങ്കിലോ ഡെൽറ്റ ക്യൂ ആണ് 0. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാവും. പിന്നെ വർക്ക് ഡൺ രണ്ടിന്റെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഞാൻ ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കാനും പറഞ്ഞിരുന്നു. അപ്പൊ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് എന്താണ്? mu RT logarithm of V2 by V1. Work done in adiabatic process എന്താണ്? mu R
into T1 minus T2 by gamma minus 1. Gamma എന്താണ് ഓർമ്മയില്ലേ? Ratio of specific heat capacities, Cp by Cv ആണ് gamma. ഇനി ഒരു കാര്യം കൂടി നോക്കുക. Internal energy decreases during expansion and increases during compression. Oh, sorry. Internal energy. ഇത് തെറ്റിപ്പോയിട്ടോ. Adiabatic processലാണ് internal energy decreases during expansion and increases during compression. തെറ്റിപ്പോയതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. Internal energy remains the same എന്നുള്ളത് isothermal processന്റെ പ്രോപ്പർട്ടിയാണ്. Isothermal എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറുന്നില്ല, ഇന്റേണൽ എനർജി മാറുന്നില്ല. ഇന്റേണൽ എനർജി റിമെയിൻസ് the same. ടീച്ചർക്ക് തെറ്റിപ്പോയതാണ് ടൈപ്പ് ചെയ്തപ്പോ. അഡിയാബാറ്റിക് പ്രോസസ്സിലാണ് എന്ത്? Internal energy decreases during expansion and increases during compression. ഇനി isothermal process slow process ആയിരിക്കും, അഡിയാബാറ്റിക് ആണ് ഫാസ്റ്റ്. ലാസ്റ്റ് 2 പോയിന്റ് ഞാൻ എഴുതിയപ്പോൾ അറിയാതെ തെറ്റിപ്പോയതാണ്. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് മാറ്റിയേക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലോ. അപ്പൊ ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യാൻ നോക്കാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് മാറ്റണം. സോറി, ഇത് പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇവിടെ രണ്ടെണ്ണം പേസ്റ്റ് ചെയ്യാം. ഇനി ഇതെന്തായിരുന്നു? ഇന്റേണൽ എനർജി റിമെയിൻസ് സെയിം. ഇന്റേണൽ എനർജി റിമെയിൻസ് സെയിം. അതേപോലെ അഡിയാബാറ്റിക് പ്രോസസ് ഫാസ്റ്റ് പ്രോസസ് ആയിരിക്കും, ഐസോതെർമൽ പ്രോസസ് സ്ലോ പ്രോസസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. വേറെ കുറച്ച് ചോദ്യം, ലാസ്റ്റ് സ്ലൈഡ് ആണ്. വാട്ട് ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ ആൻ ഐഡിയൽ ഹീറ്റ് എൻജിൻ? ഏതാണ്? ഐഡിയൽ ഗ്യാസ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഹീറ്റ് is supplied to a gas but its internal energy does not increase. Which process is involved here? ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്റേണൽ എനർജി മാറുന്നില്ല, അതായത് ടെമ്പറേച്ചർ മാറുന്നില്ല. അപ്പോ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? അതുകൊണ്ടാണ് എനിക്ക് എക്സ്പാൻഷൻ എന്ന് മനസ്സിലായത്. ഇന്റേണൽ എനർജി മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഐസോതെർമൽ ആണ്, ടെമ്പറേച്ചർ മാറുന്നില്ല എന്ന് മനസ്സിലായത്. ഇനി മെൻഷൻ വെദർ ദ ഫോളോയിങ് പ്രോസസ്സസ് ആർ റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. വാട്ടർഫോൾ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? ഇറിവേഴ്സിബിൾ ആണ്. എന്താ കാരണം? വെള്ളം ചാടി താഴെ എത്തുമ്പോ കുറച്ച് എനർജി, വെള്ളം ചാടി താഴെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാറി കൈനറ്റിക് എനർജി ആവും. പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞാൽ അത് താഴെ ഇടിക്കൂലേ, അപ്പൊ കുറച്ച് എനർജി ഹീറ്റ് എനർജി ആയി പോവും. കുറച്ച് എനർജി എന്താ? വെള്ളം താഴെ വീഴുമ്പോ നല്ല ശബ്ദം കേൾക്കൂലേ, സൗണ്ട് എനർജി ആയി പോവും. അതിനെ നമുക്ക് തിരികെ കിട്ടാൻ പറ്റുമോ മുഴുവനായിട്ട്? ഇല്ലല്ലോ. അപ്പോ അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്, അതായത് തിരിച്ച് പഴയ പടിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത പ്രോസസ്സാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പ് തുരുമ്പിക്കുകയാണ്. അതൊരു ഓക്സിഡൈസിങ് കെമിക്കൽ റിയാക്ഷൻ ആണ്. കെമിക്കൽ റിയാക്ഷൻസ് മിക്കവാറും എല്ലാം ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഇപ്പൊ ഭക്ഷണം പാകം ചെയ്യുക, അതൊരു കെമിക്കൽ പ്രോസസ്സാണ്, അതൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. മുട്ട പുഴുങ്ങുക, തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റുമോ മുട്ടനെ? ഇല്ല, അതൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പിന്നെന്താണ്, ഇലക്ട്രോലൈറ്റിലൂടെ, ഒരു കെമിക്കലിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ആണ് ഇലക്ട്രോലിസിസ് അല്ലെ? ഇനി അതേപോലെ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ കറന്റ് പാസ് ചെയ്താൽ ഒരു പക്ഷേ നമ്മൾക്ക് ആ കെമിക്കൽ റിയാക്ഷനെ തിരിക്കാൻ പറ്റും. അപ്പൊ ഇലക്ട്രോലിസിസ് മിക്കവാറും ഒരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇലക്ട്രോലിസിസിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി സ്ലോ കംപ്രഷൻ. സ്ലോ ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ അധികവും റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. അപ്പൊ സ്ലോ ആയിട്ട് ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്തു,
അതേപോലെ ഗ്യാസിന് സ്ലോ ആയിട്ട് എക്സ്പാൻഡും ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്, ഐഡിയൽ പ്രോസസ്സാണ്, ഹൈപ്പോത്തറ്റിക് പ്രോസസ്സാണ്, അതായത് ഒരു ഇമാജിനറി പ്രോസസ്സാണ്. അപ്പോൾ സ്ലോ പ്രോസസ്സുകൾ മിക്കവാറും റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും കേട്ടോ. ഫാസ്റ്റ് പ്രോസസ് ഒക്കെ എന്തായിരിക്കും? ഇറിവേഴ്സിബിൾ ആയിരിക്കും. വാട്ടർഫോൾ ഒരു ഫാസ്റ്റ് പ്രോസസ് അല്ലേ, അത് ഇറിവേഴ്സിബിൾ ആണ്. ഇനി അടുത്ത് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ്. ഗ്യാസ് ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഗ്യാസിലെ ഭാഗത്തേക്ക് മിക്സ് ആവുകയാണ്. അതും ഒരു ഫാസ്റ്റ് പ്രോസസ്സാണ്, അതും ഇറിവേഴ്സിബിൾ ആണ്. മിക്സായ ഗ്യാസസിനെ നമുക്ക് തിരികെ വേർതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2-3 ഗ്യാസുകൾ ഒരു 3-4 സിലിണ്ടറിൽ എടുത്തു, ഒക്കെ കൂടി ഒറ്റ സിലിണ്ടറിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്യാസ് ഒക്കെ ഡിഫ്യൂസ് ആവും, തമ്മിൽ കലങ്ങും. പിന്നെ നമുക്ക് തിരിച്ച് ആ ഗ്യാസിന്ന് ഓരോ സെപ്പറേറ്റ് ഗ്യാസ് എടുക്കാൻ പറ്റുമോ? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ 3 സിലിണ്ടറിൽ എടുത്തു, 3ഉം കൂടി ഒരു കണ്ടെയ്നറിലേക്ക് കണക്ട് ചെയ്തു, 3ഉം കൂടി ഡിഫ്യൂസ് ആവും. തിരിച്ച് നമുക്ക് ഈ 3 എണ്ണത്തിന് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഫോക്കസ് പോയിന്റ് ഏരിയ കണ്ടു. നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതില് എന്താണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പഠിച്ചു. ഏതൊക്കെ തരം പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചു? ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക്, ഇതെല്ലാം പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ഹീറ്റ് എൻജിൻ, അതിന്റെ വർക്കിംഗ് പഠിച്ചു. സൈക്ലിക് പ്രോസസ് ആണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് ആ സൈക്ലിക് പ്രോസസ്സുകൾ എന്ന് പഠിച്ചു. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ പഠിച്ചു. അപ്പൊ ഇതൊക്കെ നന്നായി റിവൈസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.